കുഞ്ചാച്ചന്റെ കഥ വന്നപ്പോൾ 1-2 കമന്റുകൾ ഞാൻ പറഞ്ഞു കണ്ടായിരുന്നു. അപ്പനെ പറ്റി പറയുന്നില്ലേ, അപ്പനെ പറ്റി പറയുന്നില്ലേ, അപ്പനെ പറ്റി ഞാനൊരു കഥ പറയാം. എന്നിട്ട് നിങ്ങൾ പറയണം ഞാൻ കാണിക്കുന്ന കുരുത്തക്കേടുകൾ എന്റെ കുഴപ്പമാണോ അതോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ എന്നുള്ളത്. ഒരു കഥ പറയാം. ഒരിക്കൽ എന്റെ ചേട്ടൻ +1 +2 പഠിച്ച സമയത്ത് അടിയുണ്ടാക്കി. സ്കൂളിൽ അടിയുണ്ടാക്കിയിട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ എൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ജോണിന്റെ അപ്പയാണോ ജോൺ ഇവിടെ അടിയുണ്ടാക്കിയിരിക്കുന്നു. സാധാരണ കുട്ടികൾ അപ്പന്മാരെന്നാ പറയും, അയ്യോ സാറേ ഞാൻ വരുവാന്ന്, അല്ല അയ്യോ എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കത്തില്ലേ. എൻ്റെ അപ്പൻ്റെ ആദ്യത്തെ ചോദ്യം ജീവനുണ്ടോ. സാറ് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തപ്പോൾ ഈ അടിയുണ്ടാക്കിയ ഒരു 4-5 ചെറുക്കന്മാരുടെ വീട്ടുകാരെയും അപ്പനെയൊക്കെ നിർത്തി പ്രിൻസിപ്പൾ അവിടെ നിർത്തിയേക്കുവാണ്. അപ്പത്തേക്കിനും ഈ പ്രിൻസിപ്പൾ പറഞ്ഞു ഇവന്മാരെ ഒന്നും ഫൈനൽ എക്സാം എഴുതിക്കുന്ന പ്രശ്നമില്ല, ഹോൾ ടിക്കറ്റ് കൊടുക്കത്തില്ലെന്ന്. അപ്പം ബാക്കി ചെറുക്കന്മാരുടെ അമ്മയും കരയുന്നു, കാലെ പിടിക്കുന്നു, സാറേ നമ്മുടെ കൊച്ചിന്റെ ഭാവി പോകുകയെന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയുന്നു. ജോണിന്റെ അപ്പായിക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയും എൻ്റെ അപ്പൻ അത്ര ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് കറങ്ങി ചാടി എൻ്റെ ചേട്ടനോട് ഒരടി കൊടുത്തു. എൻ്റെ ചേട്ടൻ അത് മേടിച്ചോണ്ട് നിൽക്കുകയും ചെയ്തു. ഉടനെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഒക്കെ ചാടി എണീറ്റു. അവരോട് പറഞ്ഞു പിടിക്കരുതവനെ, ഇവനെ ഞാനിന്ന് കൊല്ലും, വീട്ടിലോട്ട് വാടാ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, അവൻ പഠിത്തവും കളഞ്ഞിട്ട് വന്നേക്കുന്നു, കൊല്ലും ഞാനിവനെ, വെട്ടും ഞാൻ, കുത്തും ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ട പ്രിൻസിപ്പൾ പറഞ്ഞു ജോണിന് ഒരവസരം കൂടെ കൊടുക്കാം, ജോണിന്റെ അപ്പ ജോണിന് ഒരു അവസരവും കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞു. ഉടനെ അപ്പം പറഞ്ഞു പിന്നെ എങ്ങനെ സഹിക്കും സാർ, ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇവനൊക്കെ ഇത് ചെയ്യുന്നത് തന്നെ ഇവനെയൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞു ഒരെണ്ണവും കൂടെ കൊടുത്തു. അപ്പൊ എൻ്റെ ചേട്ടൻ കരിമൂണ്ട് ഇങ്ങനെ നിൽക്കുക, ടീച്ചറിനോട് തല്ലുകൊളിച്ചേനൊക്കെയോ. അപ്പത്തേക്കിന് എൻ്റെ അപ്പം പറഞ്ഞു സാറും എൻ്റെ ഇടയ്ക്ക് എന്താ പറഞ്ഞേ, അപ്പൊ സാറ് നല്ല പരീക്ഷ എഴുതിക്കാം, ഇപ്രാവശ്യത്തേക്കിന് ശരിച്ചേട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൻ കുഞ്ചാച്ചനെ കൂട്ടി പൂവിന്റെ താഴെ നേരെ ബേക്കറിയിലോട്ട് കൊണ്ടുപോയി. ബേക്കറി കൊണ്ട് കുഞ്ചാച്ചനോടെ ആരോഗ്യവും പപ്സ് കൂടെ അപ്പം മേടിച്ചു പോയി. അപ്പൊ കുഞ്ചാച്ചൻ ചോദിച്ചു ഇപ്രാവശ്യം ഇവൻ അപ്പനെങ്ങനെയല്ല പരീക്ഷ എന്നും ചോദിച്ചു. അപ്പ അച്ചാച്ചൻ പറഞ്ഞു മോനെ അത് നിന്റെ ടൈമിങ് കാണിയെത്താ, ഞാൻ കണ്ണുറുക്കി കാണിച്ചായിരുന്നു എന്നാ പറഞ്ഞു. ആ തല്ലുകളിൽ കിട്ടിയത് കൊണ്ട് ഇപ്പൊ ഒരു TC ഒഴിവായേ, പപ്സും ആരോഗ്യങ്ങളും കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഇനി നിങ്ങൾ പറ.